Hello my dear students, welcome to Imaginous Academy. This is Afzal Halif. Today we are going to discuss design of spark gear, one of the most important topic in design of machine elements 2. ഇവിടെ ഈ ഡിസൈൻ ഓഫ് സ്പാർക്ക് ഗിയറിൻ്റെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഈ ഡിസൈൻ ഓഫ് സ്പാർക്ക് ഗിയറിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അത് നോക്കാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കുട്ടികൾ ഫ്രീക്വൻ്റായിട്ട് മിസ്റ്റേക്ക് വരുന്ന ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. കാരണം ഇതൊരു ലെങ്തി പ്രോബ്ലംസാണ്. നമുക്കറിയാം ഡിസൈൻ ഓഫ് സ്പാർക്ക് ഗിയറിൻ്റെ വെയിറ്റേജ് എത്രയാണ്? 15 മാർക്സാണ് ഡിസൈൻ ഓഫ് സ്പാർക്ക് ഗിയറിൻ്റെ ഒരു സിംഗിൾ ക്വസ്റ്റിന് കിട്ടുന്നത്. സോ അത്രത്തോളം ലെങ്തി ആയിരിക്കും. ആ ലെങ്ത് കൂടുന്തോറും നമുക്ക് എന്ത് പറ്റും? മിസ്റ്റേക്ക് വരാനുള്ള ചാൻസസ് ഇടയ്ക്ക് കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇന്ന് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഫ്രീക്വൻ്റായിട്ട് എവിടെയാണ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള ഏരിയ, ആ ഏരിയാസ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. 1 by 1 ആയിട്ട് നമ്മൾ എടുത്ത് ഡിസ്കസ് ചെയ്യും. ആ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പാർക്ക് ഗിയറിൽ, ഡിസൈൻ ഓഫ് സ്പാർക്ക് ഗിയറിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഫസ്റ്റ് എന്താ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസൈൻ ഓഫ് സ്പാർക്ക് ഗിയറിൽ? ആദ്യം മെഷിംഗ് ഗിയേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം കുഞ്ഞ് ഗിയറിനെ വിളിക്കുന്ന പേരാണ് പിനിയൻ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 1. ലാർജർ ഗിയറിനെ വിളിക്കുന്ന പേരാണ് ഗിയർ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 2. സോ 1 ആർക്കുള്ളതാണ്? പിനിയൻ. 1 subscript 1 is used for pinion. Subscript 2 is used for gear. Okay, let if this omega gear 1 is pinion is rotating with an angular velocity omega 1. അങ്ങനെയാണെങ്കിൽ ഗിയർ എന്ത് ചെയ്യും? ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ ഒമേഗ 2 വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യും. ഇവിടെ മിക്കവാറുള്ള ക്വസ്റ്റ്യൻസിലും എന്ത് പറയത്തില്ല, ആരാണ് ഡ്രൈവർ എന്ന് സ്പെസിഫൈ ചെയ്യത്തില്ല. ബൈ ഡിഫോൾട്ട് ഓൾവേസ് ദ ഡ്രൈവർ ഈസ് പിനിയൻ, ദ ഡ്രിവൺ ഗിയർ ഈസ് ഗിയർ ആയിരിക്കും. അതിന് കാരണമുണ്ട്, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓൾവേസ് ബൈ ഡിഫോൾട്ട് ഒന്നും ക്വസ്റ്റ്യനിൽ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ എപ്പോഴും ഡ്രൈവർ ആയിരിക്കും, പിനിയൻ ആയിരിക്കും. വെറുതെ ഒരു മോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു RPM തരും. ബൈ ഡിഫോൾട്ട് RPM ഒന്ന് സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ആ ഗിവൺ RPM ആരായിരിക്കും? പിനിയൻ്റെ RPM ആയിരിക്കും. ഒന്നും പറയാത്ത, മെൻഷൻ ചെയ്യാത്ത എല്ലാ പാരാമീറ്റേഴ്സും ആരുടേതായിരിക്കും? പിനിയൻ ആയിരിക്കും. കാരണം പിനിയനാണ് ഇവിടുത്തെ ഡ്രൈവർ. ഓക്കെ, ഇനി അറിയാം ഇവിടെ രണ്ടുപേരുടെയും ഈ കോൺടാക്ട് പോയിന്റിൽ എന്തുണ്ടാകുമ്പോൾ ഒരു ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ് ഇല്ലേ? രണ്ടുപേരുടെ വെലോസിറ്റി അങ്ങോട്ടായിരിക്കും, ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. പിനിയൻ്റെ ടൈം വെലോസിറ്റി എന്തായിരിക്കും? ഇറ്റ് ഈസ് V1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഗിയറിൻ്റെ വെലോസിറ്റി ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ V2. ഇതൊരു ഗിയർ ആയതുകൊണ്ട് എന്ത് ചെയ്യും? സ്ലിപ്പിംഗ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ V1 ഷുഡ് ബി ഈക്വൽ ടു V2. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒമേഗ 1 ബൈ ഒമേഗ 2 എന്ന ആംഗുലർ വെലോസിറ്റി റേഷ്യോ കോൺസ്റ്റൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഗിയറിൻ്റെ മെയിൻ എയിം തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഗിയർ യൂസ് ചെയ്യുന്നത് പോലും. ഓക്കെ, വാട്ട് ഈസ് V1? V1 ഈസ് R1 ഒമേഗ 1, V2 ഈസ് R2 ഒമേഗ 2. ഇപ്പോൾ ഞാൻ ഒമേഗ 1 ബൈ ഒമേഗ 2 താഴെ കൊണ്ടുവന്നു. R2 ബൈ R1 റൈറ്റ് സൈഡിലോട്ട് എഴുതി. വാട്ട് ഈസ് ഒമേഗ 1? 2 പൈ N1 ബൈ 60. ശരിയല്ലേ? ദിസ് ഈസ് ഒമേഗ 1 ഡിവൈഡ് ബൈ ഒമേഗ 2 2 പൈ N2 ബൈ 60. ഞാൻ R2നെ ഇൻ ടേംസ് ഓഫ് ഡയമീറ്ററിൽ പറഞ്ഞോട്ടെ, കാരണം ഡിസൈൻ ഓഫ് ഗിയേഴ്സിലെല്ലാം ഇൻ ടേംസ് ഓഫ് ഡയമീറ്ററിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. സോ R2 നമുക്ക് എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് D2 ബൈ 2. വാട്ട് ഈസ് R1? D1 ബൈ 2. ഇനി ശ്രദ്ധിക്കൂ, 2 പൈ ബൈ 60 ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിലുണ്ട്. അത് രണ്ടും കട്ടായി പോകത്തില്ലേ? ഇവിടെ എന്ത് വരും? N1 ബൈ N2. വാട്ട് ഈസ് ഇവിടെ 1 ബൈ 2 1 കട്ടായി പോകത്തില്ലേ? ഇവിടെ എന്ത് കിട്ടും? D2 ബൈ D1. ഇത്രയും കാര്യം നമുക്കറിയാം. ഇനി ഒരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്, മൊഡ്യൂൾ. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടേമാണ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റ്, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ M ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ഡയമീറ്റർ ബൈ Z, വെർ Z ഈസ് നോൺ ആസ് നമ്പർ ഓഫ് ടീത്ത്. D ഈസ് ദ പിറ്റ് സർക്കിൾ ഡയമീറ്റർ. ഈ പറഞ്ഞ D2 ബൈ D1 ആരുതാണ്? D2 ബൈ D1. ഇവിടെ ഡയമീറ്റർ ഗിയറിൽ ഡയമീറ്റേഴ്സ് എന്ന് പറയുന്നതെല്ലാം ആര് തന്നെയാണ്? പിറ്റ് സർക്കിൾ ഡയമീറ്റേഴ്സ് ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഡയമീറ്റർ നമുക്ക് എങ്ങനെയാണ്? D ഈസ് ഈക്വൽ ടു M Z എന്ന് വിളിച്ചൂടെ? D1 നമുക്ക് എന്ത് വിളിക്കാം? M Z1. D2 എന്ത് വിളിക്കാം? M Z2. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, M1 M2 നമ്മൾ വിളിക്കാറില്ല. മെഷിംഗ് ഗിയറുകളുടെയൊക്കെ മോഡ്യൂൾസ് എന്തായേ പറ്റൂ? സെയിം ആയേ പറ്റൂ, ഫോർ ദ ഈസി ഇൻ്റർചേഞ്ചബിലിറ്റി ഓഫ് ഗിയേഴ്സ്. ഗിയറിനെ ഈസി ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടുപേരുടെയും മെഷിംഗ് ഗിയറുകളുടെ മോഡ്യൂൾസ് എപ്പോഴും എന്തായിരിക്കും? യൂണിവേഴ്സലി അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതൊരു സെയിം ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇവിടെ M1 M2 എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, രണ്ടുപേരുടെയും മോഡ്യൂൾ സെയിം ആണ്. സോ D2 ബൈ D1 നമുക്ക് എങ്ങനെ വിളിക്കാം? വാട്ട് ഈസ് D2 ബൈ D1? വാട്ട് ഈസ് D2? M Z2. വാട്ട് ഈസ് D1? M Z1. M ക്യാൻസൽ ആയി പോകത്തില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? D2 ബൈ D1 ഈസ് ഈക്വൽ ടു Z2 ബൈ Z1. What is D2 by D1? D2 by D1 is also N1 by N2. Thus this is also equal to N1 by N2. And this equation is known as well-known, famous gear ratio. Gear ratio നമ്മൾ capital G represent.
ഇവിടെ കുട്ടികൾ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്. മിസ്റ്റേക്ക് മീൻസ് കെയർലെസ് മിസ്റ്റേക്ക് വരുത്താൻ സാധ്യത ഉണ്ട്. നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. D2 ലാർജർ ഗിയർ ആണ്, D1 സ്മോളർ ഗിയർ ആണ്. അതുകൊണ്ട് തന്നെ വലിയ D2 ബൈ ചെറിയ D1 എന്താ, ദിസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. വലിയ ഡയമീറ്ററിന് എന്ത് കിട്ടും, ഒരുപാട് ടീത്ത് കാണും. കുഞ്ഞു ഡയമീറ്ററിനോ കുറച്ച് ടീത്ത് കാണത്തുള്ളൂ. സോ Z2 ഇസ് ഗ്രേറ്റർ ദാൻ Z1. സോ ദീസ് ടു ഇക്വേഷൻസ് ആർ ഗ്രേറ്റർ ദാൻ 1. ബട്ട് RPM വരുമ്പോൾ തിരിഞ്ഞു വരും N1/N2. അതിന് കാരണം ഇപ്പോൾ ഗിയർ റേഷ്യോ നിങ്ങളൊരു 4 ആയിട്ട് അസ്യൂം ചെയ്യുക. വിച്ച് മീൻസ് നമ്മുടെ ഗിയർ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പിനിയൻ 4 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എങ്കിലേ പിനിയൻ്റെയും ഗിയറും ഒരേപോലെ പോകാൻ പറ്റും, V1 = V2 ആകാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. ഗിയർ റേഷ്യോ 4 മീൻസ് ലാർജർ ഗിയർ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ കൂടെ ഓടിയെത്താനായിട്ട് പിനിയൻ എന്ത് ചെയ്യും, 4 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യണം. സോ ഇവിടെ നിന്ന് എന്ത് കിട്ടി, RPM കൂടുതൽ ആർക്കായിരിക്കും, പിനിയൻ. RPM കുറവായിരിക്കും ഗിയർ. സോ N1 ഈസ് ഗ്രേറ്റർ ദാൻ N2. ആരാണ് വലുത്, N1 ഈസ് ഗ്രേറ്റർ ദാൻ N2. സോ N1 ഈസ് ഗ്രേറ്റർ ദാൻ N2. സോ ഈ 3 ടേംസും ഗ്രേറ്റർ ദാൻ 1 അല്ലേ. സോ അവർ ഗിയർ റേഷ്യോ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. മിക്കവാറുള്ള എക്സാംസിന് ഈ ഗിയർ റേഷ്യോ അവർ തരുന്നതെന്നറിയാമോ, 3:1 ഒരു 2:1 അല്ലെങ്കിൽ 4:1 എന്നായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് 3:1 നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, 3/1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. 2:1 നമ്മൾ എന്ത് പറയും, 2/1. 4:1 നമ്മൾ എന്ത് പറയും, 4/1. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ബട്ട് റെയർ ആയിട്ട് ചില ക്വസ്റ്റ്യൻസിൽ 99% ഇങ്ങനെയാണ് തരുന്നത്. പക്ഷേ 1-2 പ്രാവശ്യം അവരെന്ത് തന്നിട്ടുണ്ട്, ഗിയർ റേഷ്യോ അവർ 1:3 തന്നിട്ടുണ്ട്. തിരിച്ചു തരും. നമ്മൾ എന്ത് ചെയ്യും, ഈ 1:3 നമ്മൾ എങ്ങനെ എഴുതും, 1/3 എന്നെങ്കിൽ ആ 1/3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മുടെ ഗിയർ റേഷ്യോ മുതൽ എന്ത് ചെയ്ത് പ്രോബ്ലം തെറ്റി. കാരണം നമ്മുടെ ഗിയർ റേഷ്യോ 1/3 ആവാൻ പറ്റത്തില്ല. ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഇത് നമുക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് പറ്റുന്നതല്ല. നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം കിടക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇൻ കേസ് ഇങ്ങനെ വന്നാൽ നമ്മൾ ആ ഡേറ്റ അതേപോലെ എടുത്ത് യൂസ് ചെയ്ത് പ്രാക്ടീസ് ആയതുകൊണ്ട് അതേപോലെ എക്സാമിനും ആ ടെൻഡൻസി വരും. അങ്ങനെ ചെയ്യരുത്. ഗിയർ റേഷ്യോ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1/3 തന്നാൽ നിങ്ങൾ ഇങ്ങനെ എഴുതരുത്. ഇതിനെ 3/1 എന്ന് എഴുതി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ആദ്യമായി മിസ്റ്റേക്ക് വരുന്ന പോയിന്റ് ഇവിടെയാണ്. സെക്കൻഡ് വൺ, റിയലി നമ്മൾ ഗിയർ ഡിസൈൻ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്, വിച്ച് മെറ്റീരിയൽ, എന്ത് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. ചില ക്വസ്റ്റ്യൻസിൽ പറയും ഗിയറിന് ഇന്ന മെറ്റീരിയൽ യൂസ് ചെയ്യണം, പിന്നിന് ഇന്ന മെറ്റീരിയൽ യൂസ് ചെയ്യണം. ചില ക്വസ്റ്റ്യൻസിൽ ഒന്നും പറയത്തില്ല. അങ്ങനെ ഒന്നും പറയുന്നില്ല എങ്കിൽ 2 മെറ്റീരിയൽസിനും സെയിം മെറ്റീരിയൽസ് അസ്യൂം ചെയ്യും. ബോത്ത് ദ ഗിയേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് സെയിം മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും. അങ്ങനെ 2 പേരും ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഓൾവേസ് പിനിയൻ ഈസ് ദ വീക്കർ വൺ. 2ഉം സെയിം മെറ്റീരിയൽ ആണെങ്കിൽ ആരായിരിക്കും വീക്കർ, പിനിയൻ ആയിരിക്കും വീക്കർ. ഡിസൈൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ പിനിയൻ. അങ്ങോട്ടുള്ള എല്ലാ കാൽക്കുലേഷൻസും ബേസ്ഡ് ഓൺ എന്തായിരിക്കും, പിനിയൻ. ബട്ട് ക്വസ്റ്റ്യനിൽ പറയും ഫോർ എക്സാമ്പിൾ ഗിയർ കാസ്റ്റ് അയർ, പിനിയൻ സ്റ്റീൽ എന്ന് പറയും. 2 പേരും ഡിഫറെൻറ്റ് മെറ്റീരിയൽസാണ്. അപ്പോൾ നമുക്കറിയില്ല ആരാണ് വീക്കർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വീക്കർ ആരാണെന്ന് കണ്ടെത്തണം. അത് ഞാൻ പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞു. σd1 × y1 വേർ y1 ഈസ് എ ലൂയിസ് ഫോം ഫാക്ടർ, σd1 ഈസ് എ ഡിസൈൻ സ്ട്രെസ്. ഇതെല്ലാം നമുക്കറിയാം. ഇപ്പോൾ σd1/1 കണ്ടെത്തുക, അതേപോലെ σd2 ആയിട്ട് കണ്ടെത്തുക. ഈ പ്രോഡക്റ്റിൽ ആരാണോ ചെറുത് അവനായിരിക്കും വീക്കർ. ഗിയർ ആണ് വീക്കർ എങ്കിൽ ഗിയറിനെ ഡിസൈൻ ചെയ്തോളാം. പിനിയൻ ആണെങ്കിലോ പിനിയനെ വെച്ച് നമ്മൾ എന്ത് ചെയ്തോളാം, ഡിസൈൻ ചെയ്തോളാം. ഇതാണ് മെറ്റീരിയൽസിനെ പറ്റിയുള്ള കഥ. ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2 പേരും സെയിം മെറ്റീരിയലായിട്ട് അസ്യൂം ചെയ്യും. പിനിയൻ ഈസ് ദ വീക്കർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം മിക്കവാറുള്ള ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യും, പവർ തരും, പവർ തരാത്തതും വരും. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ജനറൽ കേസാണ് പറയുന്നത്. പവർ ഉണ്ടെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം, Ft × വെലോസിറ്റി. ഇവിടെ വെലോസിറ്റി അറിയായിരിക്കും, പവർ അറിയായിരിക്കും. ഇവിടെ 4 കിട്ടും, വി വിൽ ഗെറ്റ് Ft, ടാൻജൻഷ്യൽ ഫോഴ്സ്. ഈ Ft ഒരു ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ലൂയിസ് ഇക്വേഷൻ. എന്താ ഇക്വേഷൻ, പൈ σd CV BY M. ശ്രദ്ധിക്കണേ, പൈ അറിയാം, σd അറിയാം, CV BY ഇതെല്ലാം നമുക്ക് കിട്ടും. ഇവിടെ അൺനോൺ ആരായിരിക്കും, മിക്കവാറും മോഡ്യൂളായിരിക്കും. ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ഇവനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മോഡ്യൂൾ കിട്ടും. മോഡ്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ ഗിയറുമായി റിലേറ്റ് ചെയ്ത എല്ലാ ഫിസിക്കൽ ഡയമെൻഷൻസും കിട്ടും. ലൈക്ക് അഡൻഡം, ഡിഡൻഡം, ടൂത്ത് സ്പേസ്, ടൂത്ത് തിക്നെസ്. ഇൻ കേസ് ഏതെങ്കിലും ഡയമീറ്റേഴ്സ് മിസ്സിംഗ് ആണെങ്കിൽ ആ ഡയമീറ്റർ എടുത്തും, നമ്പർ ഓഫ് ടീത്ത് മിസ്സിംഗ് ആണെങ്കിൽ നമ്പർ ഓഫ് ടീത്ത്. ഗിയറിനെ പറ്റിയുള്ള എല്ലാ ഫിസിക്കൽ ഡയമെൻഷൻസ് നമുക്ക് കിട്ടും. അത് എഴുതി വെക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഈ Ft എവിടെ നിന്നാണ് കിട്ടുന്നത്, ബൈ യൂസിങ് ലൂയിസ് ഇക്വേഷൻ. ലൂയിസ് ഇക്വേഷൻ ഡെറൈവ് നമ്മൾ ഒരുപാട് 3, 4, 5 അസംഷൻസ് നമ്മൾ എഴുതി വെച്ചു തന്നു. ബട്ട് പ്രാക്ടിക്കലി ഗിയർ ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. ഈ പറഞ്ഞ അസംഷൻസ് ഒന്നും ഇല്ല. ഗിയറിന് എന്ത് വരാം, വൈബ്രേഷൻ വരാം. വൈബ്രേഷൻ അങ്ങനെ ലോഡ് കൂടുതൽ വരാം, ഷോക്ക് വരാം. ആ ഷോക്കിൽ തന്നെ മീഡിയം ഷോക്കുണ്ട്, ലൈറ്റ് ഷോക്കുണ്ട്, ഹെവി ഷോക്കുണ്ട്.
ചിലപ്പം ഒരു ഗിയർ ഒരു ദിവസം 10 hours വർക്ക് ചെയ്യത്തുള്ളൂ, ചിലത് 8 hours വർക്ക് ചെയ്യും, ചിലത് 24 hours വർക്ക് ചെയ്യും. അങ്ങനെ പ്രാക്ടിക്കൽ കണ്ടീഷൻസ് എല്ലാം വാരി ചെയ്യും. അപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ ആ ഫോഴ്സ് കണ്ടെത്തുമ്പോൾ ഈ FT ആയിരിക്കത്തില്ല വരെ, അതിനെയും കാട്ടി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അത് മാത്രമല്ല ഡൈനാമിക് എഫക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ആക്ച്വലി ഗിയർ റണ്ണിങ് ചെയ്യുകയല്ലേ, ഗിയർ റൊട്ടേറ്റ് ചെയ്യുകയില്ല, ആ റണ്ണിങ് എഫക്റ്റ് എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഈ FTയും കാട്ടി കൂടുതലായിരിക്കും ആക്ച്വലി നമ്മുടെ ഗിയർ ടൂത്തിൽ വരുന്ന ഫോഴ്സസ്. സോ അത് കണ്ടാൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ബക്കിംഗ്ഹാംസ് ഇക്വേഷൻ. ബക്കിംഗ്ഹാംസ് ഇക്വേഷൻ. അവിടെ നമുക്ക് എന്ത് കിട്ടും, FD കിട്ടും. FD മീൻസ് ഡൈനാമിക് ഫോഴ്സ് ആണ്. ഡൈനാമിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയ ഫോഴ്സ് ഒന്നുമില്ല, ആക്ച്വൽ FT ആണ്. ഇത് തിയറട്ടിക്കൽ FT. ഈ കിട്ടിയത് എന്ത് ഫോഴ്സാണ്, ആക്ച്വൽ ഫോഴ്സ്. ആക്ച്വലി എത്രമാത്രം ഫോഴ്സ് നമ്മൾ ഗിയർ ടൂത്തിൽ ആക്ട് ചെയ്യുന്നു. ദിസ് ഫോഴ്സ് ഈസ് FT പ്ലസ് FI, വേർ FI ഈസ് ദ ഇൻക്രിമെൻ്റൽ ലോഡ്. ഞാൻ ഈ പറഞ്ഞ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് കാരണം, പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് കാരണം എത്രമാത്രം ഫോഴ്സ് ഇൻക്രിമെൻറ്റ് നടക്കുന്നു, എത്രമാത്രം ഫോഴ്സ് കൂടുന്നു, അതാര് കൺസിഡർ ചെയ്യും, FI കൺസിഡർ ചെയ്യും. അതിന് ഇക്വേഷൻസ് ഉണ്ട്, അത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കത് പഠിക്കാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, ആക്ച്വലി നമ്മുടെ ഗിയറിൽ എത്രമാത്രം ഫോഴ്സ് വരുന്നത് കിട്ടി. ഓക്കെ, അതുവരെ കണ്ടെത്തി. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഗിയറിന് ഈ ആക്ച്വൽ ഫോഴ്സ് താങ്ങാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ. സോ ഇവിടെ മുതൽ നമ്മൾ എന്ത് ചെയ്യും, ഗിയറിൻ്റെ ചെക്സ് സ്റ്റാർട്ട് ചെയ്യും. എന്ത് സ്റ്റാർട്ട് ചെയ്യും, ഗിയറിൻ്റെ ചെക്സ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് ചെക്ക് എന്താണെന്ന് അറിയാമോ, ബീം സ്ട്രെങ്ത് ചെക്ക്. എന്താണ്, ബീം സ്ട്രെങ്ത് ചെക്ക് ഓർ എൻഡുറൻസ് ചെക്ക്. എന്തുകൊണ്ട് ഈ പേര് ബീം സ്ട്രെങ്ത് ചെക്ക് വന്നു? ലൂയിസ് ഇക്വേഷൻ ഡെറൈവ് ചെയ്തപ്പോൾ ഫസ്റ്റ് അസംഷൻ എന്താണ്, ലൂയി എന്ന സയൻറ്റിസ്റ്റ് നമ്മളെ ഗിയർ ടൂത്തിന് ഒരു കാൻഡിലിവർ ബീമായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബീമിൻ്റെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ആര് തന്നെയാണ്, ടൂത്തിൻ്റെ സ്ട്രെങ്ത്. ടൂത്ത് ഒടിഞ്ഞു പോകുമോ ഇല്ലയോ, ഫെയിലായി പോകുമോ ഇല്ലയോ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതിന് നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്, FS എന്നൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മളത് ഡേറ്റാ ബുക്കിൽ നമ്മളത് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മളെ ബീം സ്ട്രെങ്ത് നമുക്ക് കിട്ടി, ലെറ്റ് ഇറ്റ് ബി 12 kN, വിച്ച് മീൻസ് നമ്മുടെ ഗിയറിൻ്റെ കപ്പാസിറ്റി, നമ്മുടെ ഗിയറിന് താങ്ങാൻ പറ്റുന്ന ഫോഴ്സ് എത്രയാണ്, 12 kN. 12 kN ഫോഴ്സ് വരെ വന്നാൽ നമ്മുടെ ഗിയർ സേഫായിട്ട് നിങ്ങൾ താങ്ങും. 13 12.1 ആയിപ്പോയാൽ എന്ത് പറ്റും, ഗിയർ എന്ത് ചെയ്യും, ഫെയിൽ ആവും. അപ്പം കണ്ടീഷൻ ഫോർ സേഫ്റ്റി എങ്ങനെ പോകും, അല്ലെങ്കിൽ ഫോർ സേഫ് ഡിസൈൻ എന്തായിരിക്കണം, ഫോർ സേഫ് ഡിസൈൻ ദിസ് FD ഷുഡ് ബി ലെസ് ദാൻ ആരായിരിക്കണം, FS ആയിരിക്കണം. മനസ്സിലായോ? കാരണം ആക്ച്വലി ഫോർ എക്സാമ്പിളാണ്, ദിസ് ഇസ് 10 kN വിചാരിക്കുക. നമ്മുടെ ഗിയറിന് 12 kN ഫോഴ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഇപ്പോൾ ആക്ച്വലി എത്രയേ വരുന്നുള്ളൂ, 10 kN. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗിയർ എന്തായി മാറി, സേഫായി മാറി. അതാണ് FD ഈസ് ലെസ് ദാൻ FS. ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ സേഫ്റ്റി, ഫോർ ബീം സ്ട്രെങ്ത് ചെക്ക്. ഓക്കെ അല്ലേ? സെക്കൻഡ് പോയിന്റ്. ബട്ട് തിരിഞ്ഞു വരാം, 12 ആണെങ്കിൽ ചിലപ്പോൾ ഇവിടെ 15 kN വരാം. സോ ഗിയർ എന്താവും, ഫെയിൽ ആവും. അപ്പോൾ നമ്മൾ റീഡിസൈൻ ചെയ്യണം. അതെങ്ങനെയാണെന്ന് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ അവിടെ റീഡിസൈൻ ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, ദ ഫസ്റ്റ് ചെക്ക് ഈസ് ഓവർ. ദ സെക്കൻഡ് ചെക്ക് ഈസ് വിയർ ചെക്ക്. നമുക്കത് എന്താണ് വിയർ ചെക്ക് എന്ന് മനസ്സിലാക്കാം. വിയർ ചെക്ക് മീൻസ് രണ്ട് ഗിയറുകൾ തമ്മിൽ, ഗിയറും പിന്നീട് തമ്മിൽ മെഷീൻ വരുന്നത് പറ്റും, ആ ഗിയർ ടൂത്തുകൾ തമ്മിൽ വിയർ ആൻഡ് ടിയർ സംഭവിക്കും. ആ വിയർ ആൻഡ് ടിയർ കാരണം ആരാദ്യം ഫെയിലാവും, അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു ചെക്കാണ് വിയർ ചെക്ക്. ഓക്കെ, സോ വിയർ ചെക്കിന് നമുക്ക് ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? FW ഈസ് ഈക്വൽ ടു D1 BQK എന്നൊരു ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് ഒക്കെ, ഈ QK എന്തൊക്കെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ വിയർ ചെക്കും എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യുന്ന ആരുമായിട്ടാണ്, FD മായിട്ടാണ്. വിച്ച് മീൻസ് ഇതാണ് ഈ FD ആണ് ആക്ച്വലി വരുന്ന ഫോഴ്സ്. ഈ വിയർ ചെക്ക് വിയർ കാരണം നമുക്ക് ഇത്രയും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, താങ്ങാൻ പറ്റൂ. സോ ദിസ് ഷുഡ് ബി മാക്സിമം ആൻഡ് FD ഷുഡ് ബി ലെസ് ദാൻ FW. സോ ഫോർ സേഫ് ഡിസൈൻ, FD ഷുഡ് ബി ലെസ് ദാൻ FW. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, മിസ്റ്റേക്ക് വരുന്നത് 99% കുട്ടികൾ മിസ്റ്റേക്ക് വരുന്ന സ്ഥലം ഇവിടെയാണ്. അതിന് കാരണം ദിസ് വിയർ ചെക്ക് is always for pinion. ശ്രദ്ധിച്ചോ, is always for pinion. Why? അതിന് ഞാൻ ആദ്യം ഒരു ഗിയർ റേഷ്യോ പറഞ്ഞല്ലോ. ഇപ്പോൾ ഗിയർ റേഷ്യോ 4 ആണെങ്കിൽ ഗിയർ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിനിയൻ 4 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും.
അത് ഗിയർ ടൂത്തിൽ ഒരു പ്രാവശ്യം വിയർ ആൻഡ് ടിയർ വന്നാൽ പിനിയൻ ടൂത്തിൽ 4 പ്രാവശ്യം വിയർ ആൻഡ് ടിയർ വരും. അപ്പോൾ വിയർ ആൻഡ് ടിയർ കാരണം ഫെയിൽ ആകണമെങ്കിൽ ആദ്യം ആരെ ഫെയിൽ ആകത്തുള്ളൂ? പിനിയനെ ഫെയിൽ ആകത്തുള്ളൂ. കുട്ടികൾ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സെയിം മെറ്റീരിയൽ ആണെങ്കിൽ ആരായിരിക്കും വീക്കർ? ഇവിടെ നമ്മൾ മറ്റേ ഡിസൈൻ കൺസിഡറേഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറഞ്ഞല്ലോ, ഒരു മെറ്റീരിയൽ കൺസിഡറേഷൻ. 2 ഗിയറും പിനിയനും സെയിം മെറ്റീരിയൽ ആണെങ്കിൽ വീക്കർ പിനിയനായിരിക്കും. സോ എൻഡുറൻസ് ചെക്ക് ആർക്കാണ് ചെയ്യേണ്ടത്? പിനിയനാണ്. വിയർ ചെക്കും ചെയ്യേണ്ടത് ആർക്ക് തന്നെയാണ്? പിനിയൻ തന്നെയാണ്. ബട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡിഫറൻറ്റ് മെറ്റീരിയൽ പ്രോബ്ലമാണ്. നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ വീക്കർ ഗിയർ ആയിട്ട് വന്നു. ഗിയറാണ് വീക്കർ ഗിയർ. അപ്പോൾ ഡിസൈൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ഗിയർ ആയിരിക്കണ്ടേ? എൻഡുറൻസ് ചെക്ക് നിങ്ങൾ ആർക്ക് ചെക്ക് ചെയ്യും? ഗിയർ ചെക്ക് ചെയ്യും. കുട്ടികൾ ആ ഫ്ലോയിൽ നേരെ വന്ന് വിയർ ചെക്കും എവിടെ ചെക്ക് ചെയ്യും? ഗിയറിന് ചെക്ക് ചെയ്യും. അവിടെ പ്രോബ്ലം തെറ്റി. കാരണം ഞാൻ പറഞ്ഞു വിയർ ചെക്ക് ഈസ് ഓൾവേസ് ഫോർ പിനിയൻ. ഗിയർ വീക്കർ ആണെങ്കിലും ശരി, പിനിയൻ വീക്കർ ആണെങ്കിലും ശരി, വിയർ ആൻഡ് ഗിയർ കൂടുതൽ ആർക്കേ വരത്തുള്ളൂ? പിനിയനെ വരത്തുള്ളൂ. സോ ദിസ് വിയർ ചെക്ക് ഈസ് ഓൾവേസ് ഫോർ പിനിയൻ. ഇവിടെ 99% ഇവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത് ഗിയറിൻ്റെ. കാരണം ഈ വിയർ ചെക്ക് കാരണം ചില സമയത്ത് എൻഡുറൻസ് ചെക്കിൽ ഫെയിൽ ആയാൽ പോലും വിയർ ചെക്ക് കാരണം നമുക്ക് അവിടെ സേഫ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഇവിടെ കിട്ടും. ആ സ്ഥലം തെറ്റിച്ച് കഴിഞ്ഞാൽ പകുതി മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ വിയർ ചെക്ക് ഈസ് ഓൾവേസ് ഫോർ പിനിയൻ എന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ. ഇനി സാധാരണ കുട്ടികൾ ചോദിക്കുന്നൊരു പോയിൻ്റാണ്, സാർ എന്തുകൊണ്ടാണ് ഈ പിനിയൻ എപ്പോഴും ഡ്രൈവർ ആവാനുള്ള റീസൺ, ഈ ഗിയർ എപ്പോഴും ഡ്രിവൺ ഗിയർ ആവാനുള്ള റീസൺ? ഒരുപാട് കുട്ടികൾ ഡൗട്ട്സ് ചോദിക്കുന്നൊരു കാര്യമാണ്. അതൊരു കൺസെപ്ച്വൽ തിങ് ആണ്, ഡിസൈനുമായിട്ട് റിലേറ്റഡ് അല്ല. എങ്കിലും ഞാനത് പറഞ്ഞുതരാം. ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ ഡ്രൈവർ ആരാണ് ഇപ്പോൾ പിനിയനായിട്ട് കൺസിഡർ ചെയ്യുക. ഡ്രിവൺ ആരാണ്? ഗിയറാണ്. അതിനെങ്കിൽ ഡ്രിവൺ ഗിയറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ഡ്രിവൺ ഗിയർ കറങ്ങുന്ന ഏത് ഡയറക്ഷനിലാണ്? ω2 ഈ പാടത്ത് വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ കറങ്ങി എന്ത് ചെയ്യണം? ഈ പിനിയൻ എന്ത് ചെയ്യണം? ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ഇങ്ങോട്ട് എക്സെർട്ട്. സോ ദിസ് ഇസ് അവർ എഫ് ടി. അതേസമയം എന്ത് ചെയ്യുകയാണ്? ഞാൻ ഇപ്പുറത്ത് പിനിയൻ വരയ്ക്കണ്ടേ? ഗിയറിൽ ഇങ്ങോട്ടാണ് എഫ് ടി എങ്കിൽ പിനിയനിൽ എങ്ങോട്ടായിരിക്കും എഫ് ടി? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കാരണം ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷനാണ്. ബട്ട് ശ്രദ്ധിക്കണേ, പിനിയൻ കറങ്ങുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണ്? ω1 എന്ന ക്ലോക്ക് വേസ് ഡയറക്ഷൻ. ശ്രദ്ധിക്കണം, ഇവിടെയാണ് ആ കോൺസെപ്റ്റ് വരുന്നത്. ഇവിടുത്തെ റേഡിയസ് നോക്കൂ. റേഡിയസ് ഓഫ് ദ ഗിയർ R2 ആണ്. റേഡിയസ് ഓഫ് ദ പിനിയൻ R1 ആണ്. ഇവിടെ നോക്കൂ, ഈ ഗിയറിൽ വരുന്ന ടോർക്ക് T2 എത്രയായിരിക്കും? T2 ടോർക്ക് ഈസ് ഇക്വൽ ടു ഫോഴ്സിൻ്റെ റേഡിയസ് ആണ്. T2 എന്താണ്? FT × R2. T1 എന്താണ്? FT × R1. ഇനി ശ്രദ്ധിക്കണം, ഈ ഗിയർ കറങ്ങുന്നത് എങ്ങോട്ടാണ്? ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനാണ്. ഈ എഫ് ടി എന്ന ടോർക്ക് കാരണമാണ് ആര് കറങ്ങുന്നത്? ഗിയർ കറങ്ങുന്നത്. ബട്ട് ഈ എഫ് ടി എന്ന ഫോഴ്സ് കാരണമല്ല ആര് കറങ്ങുന്നത്? പിനിയൻ കറങ്ങുന്നത്. അവിടെയാണ് കുട്ടികൾക്ക് വരുന്ന മിസ്റ്റേക്ക്. എഫ് ടി കാരണം നോക്കൂ, എഫ് ടി എന്ന ഫോഴ്സ് കാരണം ഇതിൽ എക്സേർട്ട് എന്ന ടോർക്ക് എന്ന ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനാണ്. ബട്ട് പിനിയൻ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ക്ലോക്ക് വേസ്. പിനിയൻ ഈസ് റൊട്ടേറ്റിംഗ് ക്ലോക്ക് വേസ് ഡയറക്ഷൻ. കാരണം പിനിയനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന ആരല്ല? ഈ എഫ് ടി എന്ന ഫോഴ്സ് അല്ല. പിനിയനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് മോട്ടറാണ്. മോട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ ആരെ കറക്കുന്നത്? പിനിയനെ കറക്കുന്നത്. ഈ പിനിയൻ ആരെ കറക്കുകയാണ്? ഗിയറിന്. അതുകൊണ്ട് ഈ എഫ് ടി എന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ആ ഡയറക്ഷനിൽ ആർക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും? ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ശ്രദ്ധിക്കുക, ഇനി മോട്ടർ കറങ്ങുകയാണെങ്കിൽ മോട്ടറിലെ ആരെ കറക്കുന്നത്? ഈ പിനിയനെ കറക്കുന്നത്. സോ എഫ് ടി എന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഈ T1 എന്ന ടോർക്ക് എന്ന FT × R1 എന്ന ടോർക്ക് എങ്ങോട്ടാണ്? ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലെ. ആ ടോർക്കിന് ആരെ ഓവർകം ചെയ്യണം? നമ്മളെ മോട്ടർ ഓവർകം ചെയ്യണം. ഈ ടോർക്ക് ചെക്ക് ചെയ്ത് നോക്കൂ. T1 കുറവാണ്, T2 വലുതാണ്. T1 കുറവാണ് കാരണം R1 കുറവാണ്, R2 വലുതാണ്. അപ്പോൾ ലെസ്സർ ടോർക്ക് ഇവിടെ വരുന്നത്, ലെസ്സർ റെസിസ്റ്റീവ് ടോർക്ക് വരുന്നത് എവിടെയാണ്? നമ്മുടെ പിനിയനിലാണ്. അപ്പോൾ മോട്ടറിന് എന്ത് ചെയ്താൽ മതി? കുറച്ച് ടോർക്കിന് ഓവർകം ചെയ്താൽ മതി, കുറച്ച് പവർ കൊടുത്താൽ മതി. അതേസമയം നിങ്ങൾ ഗിയറിലാണ് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ, ഗിയറിലാണ് നിങ്ങൾ മോട്ടർ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ടോർക്ക് നോക്കൂ, FT × ബിഗ്ഗർ R2. ഹയർ ടോർക്കിന് നിങ്ങൾ എന്ത് ചെയ്യണം? റെസിസ്റ്റ് ചെയ്യണം. ആ ഹയർ ടോർക്ക് റെസിസ്റ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾ മോട്ടറിൻ്റെ പവർ എന്ത് ചെയ്യണം? കൂടിയ പവറുള്ള മോട്ടർ യൂസ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ ഇൻപുട്ട് പവർ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിനിയനെ നമ്മൾ ഡ്രൈവറായിട്ട് കൺസിഡർ ചെയ്യാനുള്ള റീസൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ഓഫ് ഗിയറിൻ്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൂൾസ് നമ്മുടെ കയ്യിൽ ആയിക്കഴിഞ്ഞു. ഒരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെപ്പോലെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്യുക. എല്ലാവർക്കും യൂസ്ഫുൾ ആകാൻ വേണ്ടി എല്ലാവരിലേക്കും നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്യുക. താങ്ക് യു.